ഹായ് ഫ്രണ്ട്സ്, ക്രിമിനോളജിയിലെ കൊസേഷൻ ഓഫ് ക്രൈം ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ദർ ഈസ് നോ വൺ കോസ് ഓഫ് ക്രൈം. എന്താണ് ക്രൈമിനൊരു കോസ് ഇല്ല. ക്രൈം എന്ന് പറയുന്നത് ഒരു ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫെനോമിനാണ്. അത് കൾച്ചർ മാറുന്നതിനനുസരിച്ചും സമയം മാറുന്നതിനനുസരിച്ചും ഈ പറഞ്ഞിട്ടുള്ള ക്രൈമിൻ്റെ കോസ് മാറിക്കൊണ്ടേ ഇരിക്കും. ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ലീഗൽ ഇൻ വൺ കൺട്രി ആർ സംടൈംസ് ഇല്ലീഗൽ ഇൻ അനദർ കൺട്രി. ഒരു രാജ്യത്ത് ലീഗലായിട്ടുള്ള കാര്യം മറ്റൊരു രാജ്യത്ത് ലീഗലാകണം എന്നില്ല. അതുപോലെ മറ്റൊരിടത്ത് ഇല്ലീഗലായിട്ടുള്ള കാര്യം നമ്മുടെ രാജ്യത്ത് ചിലപ്പോൾ എന്താകാം, ലീഗലും ആവാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. ഇനി ആൽക്കഹോൾ കൺസംഷൻ ഇൻ UK എന്ന് പറയുന്നത് എന്താണ്, ലീഗലാണ്. ഓക്കെ, ചില സമയത്ത് ഈ ആൽക്കഹോൾ കൺസംഷൻ എന്താണ്, മറ്റുള്ള രാജ്യങ്ങളിൽ ഇല്ലീഗലായിരിക്കും. എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള മുസ്ലിം കൺട്രീസിലൊക്കെ എന്താണ്, ഇല്ലീഗലാണ് ആൽക്കഹോൾ കൺസംഷൻ എന്ന് പറയുന്നത്. അതുപോലെ കൾച്ചർ മാറുന്നതിനനുസരിച്ച് ആ ഒരു ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ളൊരു ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പം ആദ്യമേ ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ളൊരു സാധനം പിന്നീട് ഡീക്രിമിനലൈസ് ആവുന്നു, അങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കാം. ആൽക്കഹോൾ പ്രൊഹിബിഷൻ ഇൻ ദ USA ആണ് അതിനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത്. ഇതിൽ നിന്ന് നമുക്കിവിടെ മനസ്സിലായത് എന്താണ്, ഒരു പർട്ടിക്കുലർ കാര്യമാണ് ക്രൈമിൻ്റെ കോസ് എന്നോ അല്ലെങ്കിൽ എന്താണ് ക്രൈമെന്നോ നമുക്ക് ചില സമയത്ത് പറയാൻ വേണ്ടി കഴിയത്തില്ല. ഇനി ഇവിടെ പറയുന്നുണ്ട് ക്രിമിനോളജിസ്റ്റ് ഹാവ് ഡിഫറൻറ്റ് വ്യൂസ് റിഗാർഡിംഗ് കോസേഷൻ ഓഫ് ക്രൈം. ഒരു ക്രൈമിൻ്റെ കോസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്രിമിനോളജിസ്റ്റിന് ഡിഫറൻറ്റ് വ്യൂസ് ആണ് ഉള്ളത്. കോണ്ടിനെൻ്റൽ ക്രിമിനോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ക്രിമിനാലിറ്റി ഫൗണ്ട് ചെയ്തിരിക്കുന്നത് ബയോഫിസിക്കൽ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലും, അതുപോലെ തന്നെ അമേരിക്കൻ ക്രിമിനോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിമിനാലിറ്റി എന്ന് പറയുന്നത് ബേസ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ ഫാക്ടേഴ്സുമാണ്. ഇനി ഈ ബയോഫിസിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു മാറ്ററാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റീവ് അപ്രോച്ചും. അതുപോലെ തന്നെ പിന്നെ സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് അപ്രോച്ചുമാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. സബ്ജക്റ്റീവ് അപ്രോച്ചിലേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഹെറിഡിറ്ററിയും ബയോഫിസിക്കൽ ട്രെയ്റ്റ്സും ഒക്കെ എന്താണ്, ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നതിന് കാരണമായിട്ട് മാറുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒബ്ജക്റ്റീവ് അപ്രോച്ചിലേക്ക് വരുമ്പോൾ പിന്നെ സോഷ്യൽ, എക്കണോമിക്, ടോപ്പോഗ്രഫിക്കൽ, കൾച്ചറൽ എൻവയോൺമെൻറ്റൽ ഇതൊക്കെയാണ് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നതിന് കാരണമായി മാറുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആൻഡ് ക്രൈമാണ്. വേരിയസ് അപ്രോച്ചസ് ആണ് ഒരു ക്രൈമിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുമ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേരിയസ് അപ്രോച്ചസ് ഉണ്ട്. അതിൽ ഒരു അപ്രോച്ചായിരുന്നു ഏതെന്ന് പറയുന്നത് പോസിറ്റിവിസ്റ്റ് ക്രിമിനോളജിക്കകത്ത് പറഞ്ഞിരുന്നത്. അവിടെ എന്താണ്, ഒരു ക്രിമിനലിൻ്റെ പേഴ്സണാലിറ്റിയാണ് അവിടെ പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഫിസിക്കൽ, സൈക്കോളജിക്കൽ പെക്യുലാരിറ്റീസും ഒക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ആരാണ് അത് കൊണ്ടുവന്നത്, സീസെയർ ലംബ്രോസോ ആയിരുന്നു. സീസെയർ ലംബ്രോസോയുടെ അപ്രോച്ചായിരുന്നു പോസിറ്റീവ് സ്കൂൾ ഓഫ് അല്ലെങ്കിൽ ഇറ്റാലിയൻ സ്കൂൾ ഓഫ് ക്രിമിനോളജി എന്ന് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇനി ലംബ്രോസോ എന്ന് പറയുന്നത് ഈ ക്രൈമിനെ ഹെറിഡിറ്ററിയുമായിട്ട് കോറിലേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് സർട്ടൺ പേഴ്സൺസ് ഇംബൈബ് ക്രിമിനാലിറ്റി ബൈ ബർത്ത്. എന്താണ്, ജനിക്കുമ്പോൾ തന്നെ ഈ ക്രിമിനാലിറ്റി ചില വ്യക്തികളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനെ ലംബ്രോസോ വിളിച്ചത് എന്താണ്, അറ്റാവിസ്റ്റ് എന്നാണ് വിളിച്ചത്. അത് നമുക്ക് ഒരിക്കലും ഇൻകൊറിജിബിൾ ആണ്, നമുക്ക് തിരുത്താനോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുനിന്ന് എടുത്ത് മാറ്റാനോ പറ്റത്തില്ല, ഇൻബിൽഡായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നു. അതേസമയം മോഡേൺ ക്രിമിനോളജിസ്റ്റ് പറയുന്നുണ്ട് ഈ ഹെറിഡിറ്ററിക്ക് ക്രിമിനാലിറ്റിയുമായിട്ട് ചെറിയൊരു റിലേഷനേ ഉള്ളൂ. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റിക്കലായിട്ടുള്ള ട്വിൻസ്. ആ ട്വിൻസിനെ എന്താണ്, അവരെ രണ്ട് സെപ്പറേറ്റ് സ്ഥലത്ത് വിട്ടപ്പോൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലേസസിൽ അവരെ സെപ്പറേറ്റ് ചെയ്തപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് വന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പറയാൻ പറ്റും എന്താണ്, ഹെറിഡിറ്ററിക്കും ക്രൈമിനും തമ്മിൽ റിലേഷൻ ഇല്ല, വലിയ തരത്തിലുള്ള റിലേഷൻ ഇല്ല എന്ന് പറയാൻ വേണ്ടി കഴിയും. ഇനി ഇന്ത്യയിലെന്ന് പറയുന്നത് കജഞ്ചറാസ് ആൻഡ് ലോഹ്റാസ് എന്ന് പറഞ്ഞിട്ട് രാജസ്ഥാനിലെ കുറച്ച് നോർഡിക് ട്രൈബ്സ് ആണ്. അവരുടെ എന്താണ്, അവർക്ക് ക്രിമിനാലിറ്റി അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ട്രെയ്റ്റ് അവർക്കുണ്ട്. അവരുടെ മോഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ക്രിമിനാലിറ്റിയാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അവരുടെ ഈ ക്രിമിനൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതല്ല, പക്ഷേ അവർ ജനിച്ച് വളരുന്ന ആ ഒരു ക്രിമിനൽ എൻവയോൺമെൻറ്റ് വഴിയാണ് അവർ ക്രിമിനൽസ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ആ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി അവരുടെ ഉള്ളിൽ വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തതാണ് മെൻ്റൽ ഡിസോർഡർ ആൻഡ് ക്രിമിനാലിറ്റി.
മെൻ്റൽ ഡിസോർഡർ അല്ലെങ്കിൽ മെൻ്റൽ അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർചേഞ്ചബിളി ഉപയോഗിക്കുന്ന വേർഡ്സാണ്, രണ്ടും ഒന്നാണ്. ഒരു നോർമൽ പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? ഈസ് എക്സ്പെക്റ്റഡ് ടു പൊസസ്സസ് സഫിഷ്യൻറ്റ് ഡിഗ്രി ഓഫ് റീസൺ ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ഹിസ് ആക്ട്. ഒരു നോർമൽ വ്യക്തിക്ക് അയാൾ ചെയ്യുന്ന ആക്ടിൻ്റെ ഡിഗ്രിയും അല്ലെങ്കിൽ അയാൾ ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ നേച്ചർ എന്താണ്, അല്ലെങ്കിൽ അത് ചെയ്താൽ അയാൾക്ക് എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാകുമെന്ന് തിരിച്ചറിയാനുള്ള ബോധമുണ്ടായിരിക്കും. അതേസമയം ഒരു ഇൻസെയിൻ ആയിട്ടുള്ളൊരു വ്യക്തിക്ക് അയാൾ ചെയ്യുന്ന നേച്ചർ എന്താണ്, അല്ലെങ്കിൽ ഒരു ആക്ട് കമ്മിറ്റ് ചെയ്താൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിയത്തില്ല. അയാൾ ഒരു ആക്ട് ചെയ്യുന്നത് ഒരിക്കലും വോളണ്ടറിലി ആയിരിക്കത്തില്ല, അല്ലാന്നുണ്ടെങ്കിൽ മെൻസറിയോട് കൂടി ആയിരിക്കത്തില്ല ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യുന്നത്. സ്റ്റഡീസ് ഹാവ് ഗിവൺ നോ എവിഡൻസ് ടു ഷോ ദാറ്റ് ക്രൈംസ് കമ്മിറ്റഡ് ബൈ ക്രിമിനൽസ് ആർ ഇൻഡ്യൂസ്ഡ് ബൈ മെൻ്റൽ ഡിസോർഡർ. അപ്പോൾ ഇവിടെ എന്താണ്, സ്റ്റഡീസ് ഒന്നും ഇവിടെ എവിഡൻസ് കൊടുത്തിട്ടില്ല. എന്തിനു വേണ്ടി? ഒരു ക്രിമിനൽ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുമ്പോൾ അയാൾ മെൻ്റൽ ഡിസോർഡറിൻ്റെ അതുമായിട്ട് ഇൻഡ്യൂസ് ചെയ്തിട്ടാണ് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തതെന്ന് തെളിയിക്കുന്നതിൻ്റെ ഉള്ള എവിഡൻസിൻ്റെ സ്റ്റഡീസ് ഒന്നും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ലോ ടേക്സ് മെൻ്റൽ ഇൽനെസ് ഇൻ ടു അക്കൗണ്ട് ഇൻ ഡിറ്റർമിനിങ് ക്രിമിനൽ ലയബിലിറ്റി ഓഫ് ദ ഒഫൻഡർ. ഒരു ഒഫൻഡർ ഒരു ക്രിമിനൽ ലയബിലിറ്റി കമ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടി ലോ എന്ത് നോക്കാറുണ്ട്? ഈ മെൻ്റൽ ഇൽനെസ്, അവൻ മെൻ്റലി ഇല്ലാണോ എന്നുള്ള കാര്യം നോക്കാറുണ്ട്. അവൻ ഒരു കാര്യം ചെയ്യാൻ കേപ്പബിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ടേ അവന് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇൻസാനിറ്റി എന്ന് പറഞ്ഞ ഡിഫൻസ് 1843 MC നുട്ടീൻസ് എന്ന് പറഞ്ഞ കേസ് വഴിയാണ് വരുന്നത്. ഇനി MC നുട്ടീൻസ് കേസിൻ്റെ അകത്ത് എന്താണ് പറയുന്നത്? ഡാനിയൽ MC നുട്ടീൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഡെലൂഷൻ ഉണ്ടായിരുന്നു. എന്താണ്? ഒരു മനസ്സിലൊരു ഇത് കിടക്കുകയാണ്. റോബർട്ട് പീൽസ് എന്ന് പറയുന്ന ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ ഈ പറഞ്ഞിട്ടുള്ള മാക്നുട്ടീനെ ഇഞ്ചുറി വരുത്തുകയും അയാളെ കൊല്ലാൻ വരികയും ചെയ്യുന്നു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ബട്ട് പിന്നെ അങ്ങനെ എന്താ ചെയ്തു? ഇയാൾ ഈ പറഞ്ഞിട്ടുള്ള പ്രൈം മിനിസ്റ്ററെ കൊല്ലാൻ തിരിച്ച് ഇത് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്താണ്, അയാൾക്ക് ആൾ മാറിപ്പോയിട്ട് പ്രൈം മിനിസ്റ്ററിൻ്റെ സെക്രട്ടറി ആയാണ് അവിടെ വധിക്കുന്നത്. അപ്പോൾ ഈ അക്യൂസ്ഡ് ഇവിടെ എടുത്തത് എന്താണ്? ഇൻസാനിറ്റി എന്ന് പറഞ്ഞ പ്ലീ ആണ് എടുത്തത്. ഹി വാസ് ഹെൽഡ് ദാറ്റ് ടു ബി നോട്ട് ഗിൽറ്റി ബൈ ദ അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ആക്ടിന് ഈ MC നുട്ടീൻ ലയബിൾ അല്ല എന്നാണ് അയാൾ ഇവിടെ പ്ലീ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ രണ്ട് സൈഡ് പറയുന്നുണ്ട്. അതിൽ ഒരു സൈഡിൽ പറയുന്നത് എന്താണ്? ഇൻസെയിൻ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിക്ക് റൈറ്റും റോങ്ങും തമ്മിൽ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നും, മറ്റേ സൈഡിൽ പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഇൻസാനിറ്റിയെ ഒരു ഡിഫൻസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ അത് പബ്ലിക് സേഫ്റ്റിക്ക് എഗനിസ്റ്റ് ആയിരിക്കും എന്നാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് കോടതി എന്തോ ചെയ്തു? ഈ MC നുട്ടീൻസ് കേസിൻ്റെ അകത്ത് ഒരു കൺക്ലൂഷൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, MC നുട്ടീൻ എന്ന് പറയുന്നത് നോട്ട് ഗിൽറ്റി ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഇൻസാനിറ്റി. ഇൻസാനിറ്റിയുടെ ഗ്രൗണ്ടിൽ എന്തല്ല, ഗിൽറ്റി അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഒരാളെ ഇൻസെയിൻ ആണോ അല്ലേ എന്ന് ഇത് ചെയ്യുന്നതിന് മുന്നേ കോടതി കുറച്ച് റൂൾസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഓൾ ആർ പെർസ്യൂംഡ് ടു ബി സെയിം അണ്ടിൽ കോൺട്രറി ടു ബി പ്രൂവ്ഡ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കോർട്ട്. കോടതിയുടെ സാറ്റിസ്ഫാക്ഷനിൽ വരുന്നത് വരെ എല്ലാ വ്യക്തിയും സെയിം ആയിട്ടായിരിക്കും, നോർമലായിട്ടുള്ള വ്യക്തികളായിട്ടായിരിക്കും കണക്കാക്കുന്നത്. ടു ക്ലെയിം ദ ഡിഫൻസ് ഓഫ് ദി ഇൻസാനിറ്റി വൺ ഷുഡ് ക്ലിയർലി ഷോ ദാറ്റ് അറ്റ് ദ ടൈം ഓഫ് ദി ആക്ട് ദ അക്യൂസ്ഡ് വാസ് സഫറിങ് ഫ്രം ദ ഡിഫക്റ്റ് ഓർ മെൻ്റൽ ഇൽനെസ്. അപ്പോൾ ഈ ഇൻസാനിറ്റിയുടെ ഡിഫൻസ് ക്ലെയിം ചെയ്യുമ്പോൾ ഒരു കാര്യം തെളിയിച്ചിട്ടുണ്ടായിരിക്കണം. അയാൾ ആ ആക്ട് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് മെൻ്റൽ ഇൽനെസ് ഉള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഡിഫക്റ്റ് ഉള്ള വ്യക്തിയായിരുന്നു. അത് സഫർ ചെയ്യുന്ന സമയത്താണ് ആക്ട് കമ്മിറ്റ് ചെയ്തതെന്ന് തെളിയിച്ചിട്ടുണ്ടായിരിക്കണം. അറ്റ് ദ ടൈം ഓഫ് ഡൂയിങ് ദ ആക്ട് ഹി ഡിഡ് നോട്ട് നോ ദ നേച്ചർ ഓഫ് ദി ആക്ട്. അയാൾ ആ ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ആ ചെയ്ത ആക്ടിൻ്റെ നേച്ചർ തിരിച്ചറിയാൻ വേണ്ടി പാടില്ല. അറ്റ് ദ ടൈം ഓഫ് ഡൂയിങ് ദ ആക്ട് ദ അക്യൂസ്ഡ് ഡു നോട്ട് നോ ദാറ്റ് വാട്ട് ഹി വാസ് ഡൂയിങ് വാസ് റോങ്. അയാൾ എന്താണ് റോങ് ചെയ്യുന്നതെന്നുള്ള കാര്യം അയാൾക്ക് അറിയാൻ വേണ്ടി പാടില്ല. ഇംഗ്ലീഷ് ലോ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഇൻസാനിറ്റി ഒരു വാലിഡ് ഡിഫൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഡെഫിനിഷൻ ഓഫ് ഇൻസാനിറ്റി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? MC മാക്നുട്ടീൻ റൂളിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനിയും
ഇന്ത്യൻ ലോയെ ഈ ഡിഫൻസ് ഓഫ് ഇൻസാനിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കാം. സെക്ഷൻ 84 ഓഫ് IPCക്കകത്താണ് എന്തിനെ പറ്റി പറയുന്നത്, ഡിഫൻസ് ഓഫ് ഇൻസാനിറ്റിയെ പറ്റി പറയുന്നത്. ഇനിയും ഇപ്പം നമ്മൾക്കറിയാം നിയമം മാറി. അപ്പോൾ BNSലേക്ക് വരുമ്പോൾ സെക്ഷൻ 22ൻ്റെ അകത്താണ് പറയുന്നത് എന്തിനെ പറ്റി, ഇൻസാനിറ്റിയെ പറ്റി. ദ പ്രൊവിഷൻ ആർ സെയിം ആസ് മെൻഷൻഡ് ഇൻ MC മക്നോട്ടിൻ കേസ് ഹെൽഡ് ബൈ ഹൗസ് ഓഫ് ലോർഡ്സ്. ഹൗസ് ഓഫ് ലോർഡ്സിൽ പറഞ്ഞിരിക്കുന്ന അതേ എന്താണ് ആ പറഞ്ഞിരിക്കുന്ന സെയിം പ്രൊവിഷനാണ് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ അകത്തും പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 84ലേക്ക് വരുമ്പോൾ ഇവിടെ ഇൻസാനിറ്റി എന്ന് പറഞ്ഞ വേർഡിന് പകരം കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു ടേമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണ്, അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞ വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് IPCയിലേക്ക് വരുമ്പോൾ സെക്ഷൻ 84ൻ്റെ ഇൻഗ്രീഡിയൻസ്, എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്ട് മസ്റ്റ് ബി ഡൺ ബൈ എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡ് ഉള്ളൊരു വ്യക്തിയായിരിക്കണം ഈ ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. സച്ച് പേഴ്സൺ വാസ് അൺസൗണ്ട് അറ്റ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് ദ ആക്ട് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ അൺസൗണ്ട് ആയിരിക്കണം. സച്ച് ഇൻകപ്പാസിറ്റി ഷുഡ് ബി ഓഫ് സൗണ്ട്നെസ് ഓഫ് മൈൻഡ് ഓഫ് ദ അക്യൂസ്ഡ്. ആ ഇൻകപ്പാസിറ്റി എന്തായിരിക്കണം, അയാളുടെ അൺസൗണ്ട്നെസ് കാരണം കാരണമായിരിക്കണം. പിന്നെ അതുപോലെ സച്ച് പേഴ്സൺ വാസ് നോട്ട് കേപ്പബിൾ ടു നോ ദ നേച്ചർ ഓഫ് ദി ആക്ട്. അയാൾ എന്താണ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്താണ് റോങ് എന്നോ തിരിച്ചറിയാനുള്ള കേപ്പബിലിറ്റി ഈ പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടി പാടില്ല. ഇനി ഇവിടെ രണ്ട് തരത്തിലുള്ള ഇൻസാനിറ്റി ഉണ്ട്. ലീഗൽ ഇൻസാനിറ്റി ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ ഇൻസാനിറ്റിയും ഉണ്ട്. ഇൻസാനിറ്റി എന്ന് പറയുന്നത് ക്രിമിനൽ ലോയിൽ ഒരു വൈറ്റൽ റോള് തന്നെ വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലീഗൽ ഇൻസാനിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടെ മെഡിക്കൽ ഇൻസാനിറ്റിയെക്കാളും നാരോവർ സെൻസിലാണ് ഉപയോഗിക്കുന്നത്. ബിക്കോസ് സം ഇൽനെസ് വിച്ച് ആർ ടേംഡ് ആസ് ഇൻസാനിറ്റി അക്കോർഡിംഗ് ടു മെഡിക്കൽ സയൻസ്. മെഡിക്കൽ സയൻസിൽ ഇൻസാനിറ്റി എന്ന് പറയുന്ന കാര്യം എന്തായിരിക്കത്തില്ല, ചിലപ്പോൾ ഈ ക്രിമിനൽ ഇൻസാനിറ്റിയുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ലീഗൽ ഇൻസാനിറ്റിക്കാണ് IPCയിലൊക്കെ കുറച്ചും കൂടെ പ്രയോറിറ്റി കൂടുതലുള്ളത്. ഇനി മെഡിക്കൽ ഇൻസാനിറ്റി എന്ന് പറയുന്നത് എന്താണ്, മെഡിക്കൽ സയൻസ് പ്രകാരം അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഇൻസാനിറ്റി എന്നൊക്കെ പറയുന്നത് ടൈപ്പ് ഓഫ് ഡിസീസാണ്. ഓക്കെ, ഈ ഡിസീസ് എന്ന് പറയുന്നത് ബ്രെയിനിനെയോ നെർവിനെയോ ഒക്കെ ബാധിക്കുന്നതാണ്. അതിൻ്റെ ബ്രെയിൻ്റെ ഫങ്ഷനെയൊക്കെ ബാധിക്കും. അതുപോലെ തന്നെ അബ്നോർമൽ വേയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു ഡിസീസായിട്ടാണ് ഈ മെഡിക്കൽ ഇൻസാനിറ്റിയെ കണക്കാക്കുന്നത്. അപ്പോൾ 4 തരത്തിലാണ് ഈ അൺസൗണ്ട്നെസ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇഡിയറ്റ്, പിന്നെ ലുനാറ്റിക്, നോൺ കമ്പസ് മെൻറ്റിസ്, വൺ ഹൂ ഈസ് അണ്ടർ ഇൻടോക്സിക്കേഷൻ. അങ്ങനെ 4 ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പേഴ്സൺ ഹൂ ഈസ് നോൺ സെയിൻ ആയിരിക്കും. സിൻസ് ഹിസ് ഓർ ഹെർ ബർത്ത് വിത്തൗട്ട് എനി ലൂസിഡ് ഇൻ്റർവെൽസ്. അതുപോലെ ലുനാറ്റിക് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് പേഴ്സൺ ഹൂ ഈസ് ട്രിഗേർഡ് ഓഫ് മെൻ്റൽ ഡിസോർഡർ. ഒരു സർട്ടൺ പീരീഡിലേക്ക് ഒരു മെൻ്റൽ ഡിസോർഡർ വരുന്നതാണ് ലുനാറ്റിക്. നോൺ കമ്പസ് മെൻറ്റിസ് എന്ന് പറയുന്നത് എന്താണ്, നോട്ട് ഓഫ് സൗണ്ട് മൈൻഡ് ബൈ ഇൽനെസ്. ദിസ് ടൈപ്പ് ഓഫ് പേഴ്സൺ ഡു നോട്ട് നോ എന്താണ് അവർ ചെയ്യുന്നതെന്നുള്ള ആ ഒരു നേച്ചർ, അവരൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ നേച്ചർ തിരിച്ചറിയാൻ വേണ്ടി അവർക്ക് സാധിക്കത്തില്ലായിരിക്കും. ഇങ്ങനെയാണ് ഇൻസാനിറ്റിയെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ലീഗൽ ഇൻസാനിറ്റി എന്താണ്, ലീഗൽ കോൺസെപ്ഷൻ ഓഫ് ദി ഇൻസാനിറ്റി ഈസ് ഡിഫറെൻറ്റ് ഫ്രം മെൻ്റൽ കൺസെപ്ഷൻ. മെൻ്റൽ കൺസെപ്ഷനിൽ നിന്നും വ്യത്യസ്തമാണ് ഏത്, ലീഗൽ കൺസെപ്ഷൻ എന്ന് പറയുന്നത്. നോട്ട് എവറി കൈൻഡ് ഓഫ് ഇൻസാനിറ്റി ഈസ് മെയ്ഡ് എക്സ്ക്യൂസിബിൾ ഇൻ ദ ഐസ് ഓഫ് ലോ. എല്ലാ തരത്തിലുള്ള ഇൻസാനിറ്റിയും നിയമത്തിൻ്റെ കണ്ണിൽ എക്സ്ക്യൂസിബിൾ അല്ല. സെക്ഷൻ 84ൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ, ലീഗൽ ഇൻസാനിറ്റിയെ മാത്രമേ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ സെക്ഷൻ 84ൻ്റെ ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, അൺസൗണ്ട്നെസ് ഉണ്ട്, അയാൾ ആക്ട് ചെയ്യുന്ന സമയത്ത് അൺസൗണ്ട് ആണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആക്ട് കമ്മിറ്റ് ചെയ്തതിൻ്റെ നേച്ചർ തിരിച്ചറിയാൻ വേണ്ടി പാടില്ല. ഇൻകപ്പാസിറ്റി ടു നോ റൈറ്റ് ഓർ റോങ്. ആ ചെയ്യുന്ന ആക്ട് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റിയും ഈ പറഞ്ഞ വ്യക്തിക്ക് ഉണ്ടായിരിക്കാൻ പാടില്ല. അടുത്തത് ബേർഡൻ ഓഫ് പ്രൂഫ് ഇൻ ദ കേസ് ഓഫ് ഇൻസാനിറ്റി. ഇൻസാനിറ്റിയുടെ കേസിൽ ബേർഡൻ ഓഫ് പ്രൂഫ് ആരാണോ ഇൻസാനിറ്റി ക്ലെയിം ചെയ്യുന്നത് അവർക്കായിരിക്കും ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത്.